സുഹൃത്തുക്കളെ, എൻ്റെ നിരകളിലേക്ക് മധു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ അമേരിക്ക യുടെ വരാൻ പോകുന്ന പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു നിയമനം നടത്തിയിരിക്കുന്നു. അതായത് FBI ഡയറക്ടറായിട്ട് അധിപനായിട്ട് ഒരു ഇന്ത്യൻ വംശജൻ, ആക്ച്വലി കശ്യപ് പട്ടേൽ. അദ്ദേഹം ജനിച്ചത് ഇന്ത്യയിലൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പേരൻസും ജനിച്ചത് ഇന്ത്യയിലല്ല, ആഫ്രിക്കയിലാണ്, കെനിയയിലോ ഉഗണ്ടയിലോ എവിടെയാണ്. UK വഴി കറങ്ങി തിരിച്ച് ന്യൂയോർക്കിൽ വന്ന് താമസം ഉറപ്പിച്ച് ന്യൂയോർക്ക് സിറ്റിയിലാണ് ഈ കാഷ് പട്ടേൽ എന്ന് പറയുന്ന കശ്യപ് പട്ടേൽ ജനിച്ചത്. ഒരു വലിയ ബുദ്ധിജീവിയൊന്നുമല്ല, വക്കീലാണ്. അത് വലിയ ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസൊന്നുമല്ല ഡിഗ്രി എഴുതിക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ വളരെ ഒരു മധ്യവർഗത്തിൻ്റെ യൂണിവേഴ്സിറ്റിയായ പേസ് യൂണിവേഴ്സിറ്റി എന്നാണ് അദ്ദേഹത്തിന് ലാ ഡിഗ്രി ഉള്ളത്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റാകാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ട് മാറിയിരിക്കുന്നു. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ തവണ എൻ്റെ നേരുകളിൽ ഞാനിത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് വലിയധികം ആഹ്ലാദമുള്ള ഒരു കാര്യമാണിത്. കാരണം ആ പ്രവചനം ഏതായാലും ശരിയായിരിക്കുന്നു. ഇനി FBI എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ധാരണയിൽ ഒരു ഭീകര സംഘടനയാണ്. അമേരിക്കയിലെ ആഭ്യന്തര ഇൻ്റലിജൻസ് തൊട്ട് ആഭ്യന്തര കാര്യങ്ങളിൽ ആണ് അവരുടെ ജൂറിസ്ഡിക്ഷൻ. ഇൻ്റർനാഷണൽ എസ്പിയോണൊക്കെ നടത്താൻ വേണ്ടി CIA വേറെയുണ്ട്. പക്ഷേ കാലാകാലങ്ങൾ കഴിഞ്ഞ ഏതാണ്ടൊരു മുക്കാൽ നൂറ്റാണ്ട് കാലത്തെ FBI ചെയ്തികൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലി ആൻറ്റി അമേരിക്കൻ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ. ഒരു 10-40-50 കൊല്ലമായിട്ട് അതിൻ്റെ ഡയറക്ടറായിരുന്നു J. ഹൂവർ. എന്തായിരുന്നു ഒരു അന്ധമായ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധി എന്ന് മാത്രമല്ല, അമേരിക്കൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദേശസ്നേഹികളെ വകവരുത്തിയെന്ന് മാത്രമല്ല, ക്രൂരമായ കൊലപാതകത്തിന്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ കെന്നഡി, പ്രസിഡൻറ്റ് കെന്നഡി വധിക്കപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും ശരിക്കും വ്യക്തമല്ല. അതിൻ്റെ സാക്ഷി പറഞ്ഞിരിക്കുന്നത് തന്നെ അതിനുശേഷം പ്രസിഡൻ്റായ ലിൻഡൺ ജോൺസൺ വ്യക്തമായി പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. അതുപോലെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ കൊലപാതകം, ഇങ്ങനെ അവർക്ക് ഈ എന്താ പറയുക, അവരുടെ ഇഷ്ടത്തിനൊക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവ് വന്നു കഴിഞ്ഞാൽ ഉന്മൂലനാശം ചെയ്യുക, ഇതാണ് അവരുടെ പരിപാടി. അതിപ്പോൾ പല കാരണങ്ങളാലും അവർ ഡൊണാൾഡ് ട്രംപിനെയും ഭയങ്കരമായിട്ട് ഭയക്കുന്നു എന്ന് മാത്രമല്ല, ഈ ട്രംപിനെതിരായിട്ട് കഴിഞ്ഞ ക്യാമ്പയിൻ സമയത്ത് ഒരു വധശ്രമം ഉണ്ടായി. ചെവി കൂടി ബുള്ളറ്റ് തറച്ചു പോയി, അതിശിച്ച് അദ്ദേഹം രക്ഷപ്പെട്ടു. ഇന്നും അവരുടെ ഈ പറയുന്ന തെളിവെടുപ്പുകളും മറ്റൊന്നും പറഞ്ഞത് വ്യക്തമായിട്ട് ആ സംഭവം എങ്ങനെ നടന്നു എന്നുള്ളത് അറിയില്ല. അപ്പോൾ ട്രംപിന് തന്നെ ജീവഭയമുണ്ട്. ഈ FBI വെച്ചിട്ട് ഭരിക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലം തീരുന്ന മുമ്പേ അവരെങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ വകവരുത്തുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നതായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ അത് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. ആകെയുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ എത്ര കാലം ട്രംപ് ജീവിച്ചിരിക്കുമെന്ന് പറയാൻ ഒക്കില്ല എന്നുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ പറയുന്ന കാഷ് പട്ടേലിനെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത്. അത് എത്രത്തോളം വിജയകരമാവുമെന്ന് അറിയാൻ സെനറ്റിൽ അതിൻ്റെ കൺഫർമേഷന് വേണ്ടി വരും. അവിടെ അദ്ദേഹത്തിനെ നിശ്ചിതമായി വിമർശിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെയുള്ള ഒരുപാട് പേരുണ്ട്. അതേതായാലും നമുക്ക് എന്തായാലും അത് നടന്നു കിട്ടും എന്ന് ആശിക്കാം. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏജൻസി ഒരു ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു റീസ്ട്രക്ചറിങ് നടക്കും. പട്ടേലിൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ വാഷിങ്ടൺ ഹെഡ്ക്വാർട്ടേഴ്സ് J. ഹൂവർ ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ഭീമാകാരമായ കെട്ടിടത്തിൽ 1000 ചിലവാന FBI ഏജൻസ് ഉണ്ട്. ഇപ്പം പട്ടേൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ കെട്ടിടം അടച്ചു പൂട്ടും, യവന്മാരെ എല്ലാ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും എന്താ പറയുക മാറ്റി എന്താ പറയുക അവരുടെ പ്രവൃത്തികൾ ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് ഉണ്ടാകാത്തിരിക്കുന്ന രീതിയിൽ ചെയ്യും. എന്നിട്ട് ഈ FBI ബിൽഡിങ്ങിന് അദ്ദേഹം ഒരു മ്യൂസിയമാകും. ഏതായാലും എനിക്കും പേഴ്സണലായിട്ട് ഇതിനകത്തൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ 10-24 കൊല്ലം അമേരിക്കയിലായിരുന്നു. അതിൽ 16 കൊല്ലം വരെ US സിവിൽ സർവീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അതിൽ ടോപ്പ് സീക്രട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്.
പെൻറ്റഗണിലായിരുന്നു 10-13 കൊല്ലം ജോലി ചെയ്തത് തന്നെ. അപ്പം എനിക്കൊരു തിക്ത അനുഭവം ഉണ്ടായി. ഒരു പർട്ടിക്കുലർ ഇഷ്യൂ, അത് ആക്ച്വലി ഞാൻ തന്നെ അവളെ സത്യസന്ധമായിട്ട് ചെന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് അവസാനം കോളമാക്കി എന്നെ പ്രതിയാക്കി ഒരു പരുവാക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഒന്നും നടന്നില്ല എന്ന് മാത്രമേ. ഈ കഥകൾ ഈയിടയ്ക്ക് ഞാൻ വെളിപ്പെടുത്തി ഒരു മേജർ ദിനപത്രത്തിൽ കാര്യമായിട്ടത് വരികയും ചെയ്തു. അപ്പോൾ ഈ എന്നെപ്പോലെയുള്ള ആലോചിച്ച് നോക്കൂ, എന്തൊരു ഹാമാണ് എന്നെപ്പോലെയുള്ള ഒരു ഇമിഗ്രൻറ്റിന് അമേരിക്കയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വർഗീയ വിദ്വേഷം രൂഢമൂലമായിട്ടുള്ള FBI ചീഫായിട്ട് ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല ഒരു കറുത്ത വംശജൻ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഏജൻസിയിൽ ഒരു വലിയ വിപ്ലവം തന്നെ നടക്കാൻ പോകുന്നു. അതിൻ്റെ തലപ്പത്ത് ഒരു ഇന്ത്യൻ വംശജൻ എത്തിയിരിക്കുന്നു. അതൊരു വളരെ വലിയ കാര്യമാണ്. അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് നമുക്ക് നോക്കിക്കാണാം. ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ എങ്കിലും കാര്യമായി വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ നേരികൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.